എല്ലാ കൂട്ടുകാർക്കും ഒരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അറിയാം, പ്രസവശേഷം ചില അമ്മമാർക്ക് മുലപ്പാൽ തീരെ കുറവായിരിക്കും. അപ്പോൾ അവർ പൊടികൾ, അങ്ങനെ ലാക്ടോജൻ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് കുറുക്കി കൊടുക്കാറ്. അപ്പോൾ നമുക്ക് മുലപ്പാൽ കൂടാനുള്ള വീട്ടിൽ ചെയ്യാവുന്ന ഒരു അമ്മൂമ്മ വൈദ്യം അല്ലെങ്കിൽ ഒറ്റമൂലിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനോ അല്ല ഫാമിലി ഗ്രൂപ്പിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കെങ്കിലും അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നന്മ നിങ്ങളെല്ലാവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രസവശേഷം അമ്മമാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുലപ്പാൽ കുറയുക എന്നത്. പലപ്പോഴും ഇതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചില്ലറയല്ല. അമ്മയ്ക്ക് മാത്രമല്ല, ബന്ധുക്കളും മറ്റുള്ളവരുടെയും കുത്തുവാക്കുകൾ പോലും ഈ അവസരങ്ങളിൽ അമ്മമാർ കേൾക്കാനായിട്ട് ഇടയാവുന്നുണ്ട്. അതായത് മുത്തശ്ശിമാരുടെ നിർദ്ദേശപ്രകാരം പലപ്പോഴും പല മരുന്നുകളും ആയുർവേദ പൊടിക്കകളും കഴിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് ഈ അവസരത്തിൽ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ജീരകച്ചായ കുടിക്കാവുന്നതാണ്. അതായത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രസവശേഷം കുഞ്ഞിന് ആകെ ലഭിക്കുന്നത് മുലപ്പാൽ മാത്രമാണ്. അത് ലഭിച്ചില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിസ്സാരമല്ല. ഇത് പിന്നീട് കുഞ്ഞിന് ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാവുന്നതാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ പെരുംജീരകം മാത്രം മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് വേണ്ടി പെരുംജീരകം മികച്ചതാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പെരുംജീരകം സ്ഥിരമായി ഉപയോഗിക്കുന്നവർ മുലപ്പാൽ വർദ്ധിക്കും എന്നത് സംശയമില്ല. അത് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ ആണ് താനും. അതായത് വെള്ളം തിളപ്പിച്ച് അല്പം പെരുംജീരകം ഇട്ട് കഴിക്കുന്നതിലൂടെ അത് നിങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നതാണ്. അതായത് പെരുംജീരകം എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ജീരകം എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പല അമ്മമാർക്കും അറിയില്ല. കൃത്യമായ രീതിയിൽ കഴിക്കുന്നതിലൂടെ അത് അമ്മമാർക്ക് ആരോഗ്യത്തിനും മികച്ച ഗുണങ്ങൾ നൽകും. പല വഴികളിലൂടെ നമുക്ക് പെരുംജീരകം ഉപയോഗിക്കാവുന്നതാണ്. അതായത് പെരുംജീരകം അങ്ങനത്തെ വസ്തുക്കൾ നമ്മൾ കഴിക്കുമ്പോൾ ഇതിനു മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അനാവശ്യമായ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മളെ വയറിനോ അല്ലെങ്കിൽ നമ്മളെ ബോഡിക്കോ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം. മുലപ്പാൽ വർദ്ധിക്കുന്നതിന് പെരുംജീരകവും അല്ലെങ്കിൽ അതിൻ്റെ ഇല കിട്ടാനുണ്ടെങ്കിൽ അതും നമുക്ക് തിളപ്പിച്ച് ഉപയോഗിക്കാം. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് അതിലേക്ക് അല്പം തേനും മിക്സ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം കുടിക്കാവുന്നതാണ്. മുലപ്പാൽ കുറവാണെന്നുള്ളവർക്ക് എന്തുകൊണ്ടും ഈ ജീരകച്ചായ, ഈ പെരുംജീരകത്തിൻ്റെ ചായ കുടിക്കുക. ഇതിലൂടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൂടാതെ പെരുംജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ അമ്മമാർക്ക് ആരോഗ്യത്തിന് മികച്ച മാറ്റങ്ങൾ ലഭിക്കുന്നു. അത് അധികം ഇടരുത്, അല്പം മാത്രമേ ഉപയോഗിക്കാവൂ. പെരുംജീരകം കുറച്ച് മാത്രം ഇട്ടിട്ട് എങ്കിൽ മാത്രമേ അത് ഗുണം ചെയ്യുകയുള്ളൂ. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, പ്രസവശേഷം ഉണ്ടാവുന്ന അമിതവണ്ണത്തിൻ്റെ പരിഹാരം കാണുന്നതിന് നമുക്ക് പെരുംജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അമ്മമാരൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പ് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് തേടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെരുംജീരകത്തിനൊക്കെ നിസ്സാര വിലയുള്ളൂ, നമുക്ക് വീട്ടിൽ തന്നെ അത് വാങ്ങിയിട്ട് ചെയ്യാവുന്നതാണ്.